അപ്പോൾ ആരിക്കുട്ടന് ഇവിടെ നോക്കി ആരിക്കുട്ടൻ്റെ പുതിയ ബാഗി പാൻ്റാണ് അല്ലേ, പുതിയ ഷർട്ട്. ഞങ്ങളുടെ ആരിക്കുട്ടൻ്റെ ഡബ്ബിങ് ഉണ്ട് കേട്ടോ, അവിടെ പോവുകയാണ്, എറണാകുളത്ത് വെച്ചിട്ടാണ്. അപ്പം ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ് ഗൈസ്. വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ വെച്ചു. നമ്മൾ വൈറ്റില ബസ്സിൽ കയറണം. വൈറ്റില ബസ്സിൽ കയറിയാൽ നമുക്ക് പാലാരിവട്ടത്താണ് കേട്ടോ ഇറങ്ങേണ്ടത്. ഗൈസ് ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി കേട്ടോ, ബസ്സിൽ കയറിയിരിക്കുകയാണ്. KSRTC ബസ് ഇപ്പോൾ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ചേർത്തലയിലെത്തിയപ്പോഴത്തേക്കും ആ ചേച്ചിയുടെ ലോട്ടറി വാങ്ങിച്ചു. ഒരു ലോട്ടറി വാങ്ങിച്ച് ആർക്കൂട്ടിനാണെങ്കിൽ വിസ്തരിച്ച് അവിടെ കിടക്കുവാണ് കേട്ടോ. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് കൊടുക്കണമായിരിക്കും. ഭാഗ്യത്തിന് ഇതുവരെ ആരും വന്നില്ലേ. പിന്നെ ഈ പാട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഞങ്ങൾ കോഴിക്കോട് ചേട്ടനും ഞാനും ആർക്കൂട്ടിനും കൂടെ പോയപ്പോൾ ആസ്വദിച്ച് കേട്ട് പോയ പാട്ടാണ് കേട്ടോ ലാസ്റ്റായിട്ട്. അപ്പം ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് പാട്ടുണ്ടല്ലോ, ആരുക്കുട്ടൻ്റെ ചാഞ്ചക്കം തെന്നിയും പാട്ടായിരുന്നു കേട്ടോ. ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ആ പാട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആരുക്കുട്ടന് ഭയങ്കര സന്തോഷമായി കേട്ടോ ബസ്സിൽ ഇരുന്നപ്പോഴത്തേക്കും. ബസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു കടയുണ്ട് കേട്ടോ. 2 പ്രാവശ്യം ഇങ്ങോട്ട് തന്നെ വരുന്നത്. അപ്പോൾ അവിടെ പോയി ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി വെയിറ്റ് ചെയ്തതിന് ശേഷമായിട്ടാണ് ബിരിയാണി വന്നത്. അപ്പോൾ ലൈം ജ്യൂസ് വാങ്ങിച്ച് ഞാൻ ആരുക്കൂട്ടും കൂടെ കുടിച്ചേ. പിന്നെ അതിൻ്റെ സിംഗിൾ ബിരിയാണി വാങ്ങിച്ച് ആരുക്കൂട്ടിനും കുറച്ച് കഴിച്ചു, ഞാനും കുറച്ച് കഴിച്ചു കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പേര് കണ്ടോ, എനിക്ക് എന്തെങ്കിലും തുടങ്ങുവാണെങ്കിൽ ആ പേര് ഇടാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ആ പേര് അവിടെ കണ്ടു കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ ആരുക്കുട്ടും കൂടെ നടന്നത് നമ്മുടെ സൗത്ത് സ്റ്റുഡിയോസിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇവിടെയാണ് നമ്മുടെ സിനിമയുടെ ഡബ്ബിംഗ് ഒക്കെ നടക്കുന്നത്. അങ്ങനെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ഒക്കെ എൻ്റെ ആരുക്കുട്ടൻ ഇവിടം വരെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചില്ല, ഇവനിങ്ങനെ പോയപ്പോഴത്തേക്കുവേ അവൻ തൊഴുത പോലെ എനിക്ക് തോന്നി കേട്ടോ. എന്തോ അവനെ കൊണ്ട് തോന്നിപ്പിച്ചാണോ എന്തോന്നറിയില്ല. ആ സ്റ്റെപ്പ് കയറിയപ്പോൾ അവൻ കൈ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനത്തെ ഈ സിനിമകളെ ഇവിടെ ഡബ്ബിങ് നടന്ന സിനിമകളൊക്കെ അവിടെ പ്രദർശിപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഡബ്ബിങ് സ്റ്റുഡിയോയുടെ അകത്ത് കയറാൻ പോവുകയാണ്. അപ്പോൾ ആൻസൺ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ ഒന്ന് വിളിക്കണം, എന്നിട്ട് വേണം കേട്ടോ അകത്ത് കയറാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളുടെ വെയിറ്റ് ചെയ്യുവാണ് പുള്ളി വരുന്നത് വരെ കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി വന്നിട്ട് പറഞ്ഞു ആരുക്കുട്ടൻ്റെ തന്നെ ഡബ്ബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരുക്കുട്ടനെ ഡബ്ബ് ചെയ്യാൻ വേണ്ടി മുറിക്കകത്തോട്ട് കയറ്റി കേട്ടോ. ഭയങ്കര ഡാർക്ക് റൂമാണ്, അറിയാമല്ലോ, ഡബ്ബിങ് റൂമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും. അപ്പം ഞങ്ങൾ 2ാമത്തെ തവണയാണ് കേട്ടോ ഇവിടെ വരുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ സന്തോഷമൊക്കെ എനിക്കുണ്ട് കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അങ്ങനെ പുള്ളി ആണ് പറഞ്ഞൊക്കെ തരുന്നത് കേട്ടോ. അങ്ങനെ നിൽക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആരുക്കൂട്ടം ഫസ്റ്റ് ബാക്ക് ഇങ്ങനെ ആക്കി നിന്ന് കേട്ടോ. പിന്നെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ച് ഡയലോഗും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അവന് വേറെ കുട്ടികളുടെ ഡയലോഗും കൂടെ ഇവൻ ചെയ്തു കേട്ടോ. ഇതാണ് നമ്മുടെ മൂവി. ഏപ്രിൽ 9 റിലീസാകും. എല്ലാവരും പോയി ഒന്ന് കാണണം കേട്ടോ. നല്ല അടിപൊളി മൂവിയാണ്. ടൊവിനോ തോമസിൻ്റെ മൂവിയാണ് കേട്ടോ. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പം ജനഗണമനയുടെ ഡയറക്ടർ തന്നെയാണ് ഈ മൂവിയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആരുക്കുട്ടൻ്റെ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് ഗൈസ്. നല്ല അടിപൊളിയായ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ വരാൻ പറ്റിയല്ലോ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ. അത് തന്നെ ഭയങ്കര അനുഗ്രഹമായിട്ട് ഞാനിപ്പോൾ കാണുവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്ന് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ വൈറ്റില ഹബ്ബിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഓട്ടോയിൽ നിന്ന് പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി. ബസ്സിൽ വൈറ്റില ഹബ്ബിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഡബ്ബിങ് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങൾ പോയത് കിൻഡർ ഹോസ്പിറ്റലാണ്. ആരുക്കുട്ടൻ്റെ അപ്പച്ചനെ അവിടെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പച്ചനും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കിൻഡറിലോട്ട് വന്നേ. നമ്മളാണെങ്കിൽ അപ്പച്ചീനെ അപ്പോഴത്തേക്കും ഇവിടെ കൊണ്ടുപോയിരിക്കാൻ കേട്ടോ, ലേബർ റൂമിലോട്ട് കയറ്റി. അപ്പം ഞാൻ ചുമ്മാ അവിടെ നിന്നിട്ട് വീഡിയോസൊക്കെ എടുത്തേ. ഇപ്പം ഇറക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നാളെയാണ് കേട്ടോ ഡെലിവറി ഉണ്ടാകുന്നത് മിക്കവാറും. ഞങ്ങളെ വിഷ്ണു അപ്പച്ചിയുടെ ഹസ്ബൻഡ് ഞങ്ങളെ സ്റ്റോപ്പ് വരെ കൊണ്ടുവിട്ടു കേട്ടോ. അതിനുശേഷം ഞങ്ങളുടെ ആലപ്പുഴ എത്തി. അപ്പോൾ ആർക്കൂട്ട് ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞിട്ട് ടിഫിൻസ് കയറിയതാണ് കേട്ടോ. ദോശ കഴിക്കാൻ വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനത്തെ ഗൈസ് ആരുക്കുട്ടൻ്റെ മസാല ദോശ വന്നു. ഞാനും മസാല ദോശ ഓർഡർ ചെയ്ത് ഞങ്ങൾ 2 പേരും കൂടെ കഴിക്കുവാണ് കേട്ടോ ഗൈസ്. അങ്ങനത്തെ അതിന് ശേഷം ഞങ്ങൾ നേരെ പച്ചക്കറി കടയിലോട്ടാണ് പോയത്, കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടി. ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.